ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മലമ്പുഴ ഗാർഡന് മുകളിൽ കൂടിയുള്ള റോപ്പ് വേ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ റോപ്പ് വേയിലേക്ക് കയറാൻ ഭയമുള്ളവർക്കും റോപ്പ് വേയിൽ കയറാത്തവർക്കും റോപ്പ് വേയിൽ കൂടി സഞ്ചരിച്ചിട്ട് ആ കേബിൾ കാറിൽ കൂടി സഞ്ചരിച്ചാൽ കാണുന്ന കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ട് കാണാൻ കഴിയും. നമുക്കത് മുഴുവനായിട്ട് കാണാം. ഇതിനകത്ത് കയറാൻ ചിലർക്ക് ഭയമാണ്, കുട്ടികൾക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ റോപ്പ് വേയുടെ കേബിൾ കാറ് സ്റ്റോപ്പ് ചെയ്യില്ല. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കയറണം. അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്തും കേബിൾ കാറ് സ്റ്റോപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനകത്ത് കയറാനായിട്ട് ഭയമാണ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് തന്നെ എൻട്രൻസിന് കയറി ആ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, കേബിൾ കാർ ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരുന്നു. അവർ പറയുന്ന പോലെ നമ്മൾ ഇവിടെ അങ്ങനെ നിന്നിട്ട് അടുത്ത കേബിൾ കാർ വരുമ്പോൾ ആ കാർ മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളതിൽ ചാടിയിരിക്കുകയാണ്. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചിലർക്കെല്ലാം ഭയമാണ്. അതുകൊണ്ട് പലരും ഇതിൽ കയറാൻ മടിക്കുന്നു. നമുക്ക് ഈ കേബിൾ കാറിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഈ കേബിൾ കാറിൽ സഞ്ചരിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ കേബിൾ കാറിൻ്റെ സ്പീഡ് ഡബിൾ സ്പീഡിലാണ്. അതായത് നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നതിൻ്റെ പകുതി സ്പീഡിലാണ് നമ്മൾ മൂവ് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ വളരെ സ്ലോയിലായിട്ടാണ് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണുക. സത്യത്തിൽ ഈ കാണുന്ന സ്പീഡിനേക്കാളും വീണ്ടും പകുതി സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുക. ഈ മുഴുവൻ യാത്രയും ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആണ് സ്പീഡ് കൂട്ടി കാണിച്ച്. എന്നിട്ട് തന്നെ ഇതൊരു 10 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റോളം നമുക്ക് യാത്ര വരും. 10 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ 10 മിനിറ്റും മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേബിൾ കാറിനകത്ത് ഇരുന്നിട്ട് താഴേക്ക് നോക്കി കാണുന്ന കാഴ്ചകളെല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ വയസ്സായവർക്ക് വേണ്ടിയും ഇതിനകത്ത് കയറാൻ ഭയമുള്ളവർക്കും വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ മുഴുവനായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടാത്തതുകൊണ്ട് ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്ന കനാലാണിത്. ഇവിടെ താഴെ ബോട്ട് സർവീസ് ഉണ്ട്.
അങ്ങനെ ഒരു വശത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വൺ സൈഡ് അവസാനിക്കുകയാണ്. ഈ എൻഡ് പോയിന്റിൽ ഇവിടെ വന്ന് നേരെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വന്ന സൈഡിലേക്ക് തന്നെ യാത്ര തുടരും. ഇവിടെ നിർത്തുകയില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കേബിൾ കാർ സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ വന്ന് കറങ്ങി വീണ്ടും ഈ വന്ന വഴിക്ക് തന്നെ പോകും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചകളും തിരിച്ചു വരുന്ന കാഴ്ചകളും ഒന്നാണെങ്കിൽ കൂടി പക്ഷെ നമ്മൾ 2 ആംഗിളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. കവ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ താഴത്ത് കാണുന്ന മലമ്പുഴ ഡാമിന്റെ നോർത്ത് സൈഡിലേക്ക് പോകുന്നത്. കവയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവര് ചാനലിനകത്ത വീഡിയോ ഉണ്ട്, വീഡിയോ കൂടി കാണുക.
നമ്മളങ്ങനെ ഈ കേബിൾ കാറിന്റെ യാത്ര അവസാനിക്കാറായി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോഴും കേബിൾ കാർ നിൽക്കുകയില്ല. നമ്മൾ വരുന്ന മുറയ്ക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ചാടി ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചാടി ഇറങ്ങി 2 സൈഡിലേക്ക് മാറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കേബിൾ കാർ അവസാനിക്കുന്നത് നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കിട്ടാനുള്ള ഒരു ചെറിയ സ്റ്റോൾ കൂടി ഉണ്ട്. ഇവിടെ നിന്ന് റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.